വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്ലിസറേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി എങ്ങനെയാണ് ഗ്ലിസറേറ്റ് വെച്ചിട്ട് നമ്മളൊരു ജെൽ ഉണ്ടാക്കുന്നതെന്ന്. സാധാരണ നമ്മളെല്ലാവരും എല്ലാ സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്ട്സിൽ നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ 100 ഇരട്ടി റിസൾട്ടാണ് ഗ്ലിസറേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഗ്ലിസറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കേരളത്തിലുള്ള ഒരു ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് ഒത്തിരി ഹെർബ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പല ടൈപ്പ്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ പ്ലാന്റ്സിലായാലും വെജിറ്റബിൾസിലായാലും എല്ലാത്തിലും ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ നല്ല ഗുണങ്ങൾ നമ്മൾ ഗ്ലിസറിനിലേക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ട് ചില ഹെർബ്സൊക്കെ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മളായാലും ഇപ്പോൾ ചെയ്യാറുണ്ട്. ക്യാരറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹാർഡായിട്ടുള്ളതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓയിലുകളിലിട്ടിട്ട് ചൂടാക്കി അല്ലെങ്കിൽ വെയിലത്ത് വെച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഫൈറ്റോ കെമിക്കൽസ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഗ്ലിസറിൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ചില ഹെർബ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് ഹെർബ്സ് വെച്ചിട്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സോഫ്റ്റ് ടെക്സ്ചറുള്ള എന്തും നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിൽ കുക്കുംബറാണുള്ളത്. അപ്പോൾ കുക്കുംബറാണ്. എൻ്റെ കുക്കുംബർ ഗ്ലിസറേറ്റ് കഴിയാറുമായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 ഇയർ ആയിട്ട് ഞാൻ ഒരിക്കലും ഒരു പ്രൊഡക്ട്സിലും ഞാൻ ഡയറക്റ്റ് ഗ്ലിസറിൻ ചേർക്കില്ല. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇത് ഗ്ലിസറേറ്റ് ആണ്. അതിനാണ് ഗുണമുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഗ്ലിസറേറ്റ് ഉണ്ടാക്കി ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്യും. ഗ്ലിസറേറ്റ് ഉണ്ടാക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വൃത്തിയാണ്. നമ്മൾ എന്തായാണോ ഉണ്ടാക്കുന്നത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് നേരമൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതുമേലുള്ള വെള്ളം എല്ലാം തുടച്ച് കളയുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നല്ല ബോട്ടിലൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക. എന്നിട്ട് 5 മിനിറ്റെങ്കിലും വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റെങ്കിലും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഓഫാക്കി ആ ചൂടുവെള്ളത്തിൽ അങ്ങനെ കിടക്കട്ടെ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ ബോട്ടിലെടുത്തിട്ട് നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് നമ്മൾ കുക്കുംബർ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കതിലേക്ക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി കഴുകി തുടച്ച് സാനിറ്റൈസ് ചെയ്ത ബോട്ടിൽ റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ 100%ലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 100% അല്ലെങ്കിൽ ഞാൻ പറയും ഒരു ബോട്ടിലിൻ്റെ ഏകദേശം നമുക്കറിയാലോ എത്ര ഗ്രാമാണ് ബോട്ടിലിന്. അതിൽ 30% നിങ്ങൾ എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കുംബറോ പപ്പായയോ എന്താണോ പൈനാപ്പിളോ എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിടുക. ബാക്കി 70% നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫോമുല എപ്പോഴും നമ്മൾ പറയുമ്പോൾ 100%ലായിരിക്കും. അപ്പോൾ ഏകദേശം ആ ഒരു ഇതിലേക്ക് വരാം. ഞാൻ ഗ്ലിസറിൻ ഒഴിച്ചു വന്നപ്പോൾ ഒരു 9 ഗ്രാം കൂടി, കുഴപ്പമില്ല അത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിലിൻ്റെ ഒരു അളവ് കിട്ടണമെങ്കിൽ ഒരു 100 ഗ്രാമിൻ്റെ ബോട്ടിലാണെങ്കിൽ ഹാഫാണ് 50 അല്ലേ. അപ്പോൾ അതിന് താഴെ നിൽക്കുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് ആ ഒരു ഏകദേശം ആ ഒരു കണക്ക് അനുസരിച്ച് ഒഴിക്കുക എന്നുള്ളത്. അല്ല നിങ്ങൾക്ക് വെയിറ്റ് എടുക്കാനുള്ള മെഷീൻ ഉണ്ടെങ്കിൽ അതാണ് പെർഫെക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിനി നന്നായിട്ട് അടച്ച് ഒരു സൺലൈറ്റൊന്നും ഏൽക്കാത്ത സ്ഥലത്തേക്ക് വെക്കുക. ദിവസവും നമ്മളിതൊന്ന് ഷേക്ക് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞ അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിലേക്ക് ഇളകി വരുള്ളൂ. ഇതൊരു 3 ആഴ്ച, സാധാരണ 2 ആഴ്ച എന്ന് പറയും, പക്ഷെ ഞാൻ 3 ആഴ്ചയെങ്കിലും മിനിമം വെക്കും ഇത്. എന്നിട്ട് എന്നും ഡെയിലി വന്ന് നമ്മളൊന്ന് കുലുക്കി നോക്കുക. അപ്പോൾ ഇത് നമ്മൾക്ക് കാണാൻ പറ്റും, അത് ഷ്രിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ നമ്മൾ ഇട്ട് കൊടുത്താൽ എന്താണോ അത് ഷ്രിങ്ക് ചെയ്ത് അതിലേക്ക് ശരിക്കും ഇറങ്ങും, നമ്മുടെ ഗ്ലിസറിൻ്റെ കളറ് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 3 ആഴ്ച കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അതിനുവേണ്ടി നല്ലൊരു കണ്ണി അടുപ്പയുള്ള ഒരു ഫിൽറ്റർ വേണം, അല്ലെങ്കിൽ ചീസ് ക്ലോത്ത് അതൊക്കെ വെച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടിക്കിൾ പോലും ആ ഗ്ലിസറേറ്റിൽ ചെല്ലാൻ പാടില്ല. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താണ് നമ്മൾ ഇട്ട് വെച്ചത്. ഇപ്പം എനിക്ക് കുക്കുംബറാണെങ്കിൽ ആ കുക്കുംബർ നമുക്ക് കിട്ടുമല്ലോ, അത് കളയണ്ട, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് പറയാം ഞാൻ. 3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, വീണ്ടും കാണാം. ബൈ.